പ്രിയ കലാസ്നേഹികളെ, എന്നെ ചുരുങ്ങിയ കാലം കൊണ്ടൊരു സിനിമാ നടനാക്കി മാറ്റിയ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഞാൻ ആദ്യം മിമിക്രിയിൽ ഒത്തിരി കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇടക്കാലം വെച്ച് ഞാനത് നിർത്തുകയും ചെയ്തു. കാരണം മറ്റൊന്നല്ല, ഇനി ഞാൻ കാരണം കാതികന്മാർ വെറുതെ വീട്ടിലിരിക്കണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. പക്ഷെ എന്തായാലും ഞാനൊരു ചെറിയൊരു കഥാപ്രസംഗവുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ കാസറ്റ് കേൾക്കണം, കേട്ടാസ്വദിക്കണം എന്ന് നിങ്ങളുടെ സ്വന്തം കലാഭവൻ മണി. പ്രിയമുള്ളവരെ, ഈ കഥയും ഈ കഥയിലെ കഥാപാത്രങ്ങളും വെറും സാങ്കല്പിക മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ജനിക്കാൻ തയ്യാറെടുക്കുന്നവരോ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നവരോ ആയ ഒരു കൊണാപ്പന്മാർക്കും ഈ കഥയുമായോ കഥയിലെ പാത്രങ്ങളുമായോ യാതൊരു വക ബന്ധവുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എന്നെ കൊണ്ടിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും കോപ്പിയടിച്ചൊരു കഥയാണിതെന്ന്. പല രാത്രികൾ ഞങ്ങൾ ബീഡി വലിച്ചിട്ടെഴുതിയ പുതിയൊരു കഥയാണിത്. ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും കോപ്പിയടിച്ചൊരു കഥയെന്ന്. പല രാത്രികൾ ഞങ്ങൾ ബീഡി വലിച്ചിട്ടെഴുതിയ കഥയാണേ. ഈ കഥ കേട്ടാൽ നിങ്ങൾക്ക് തോന്നും തട്ടുപൊളിപ്പൻ കഥയെന്ന്. പല രാത്രികൾ ഞങ്ങൾ ഉറക്കമൊഴിച്ചിട്ടെഴുതിയ കഥയാണേ. അന്നും പതിവ് പോലെ പ്രഭാതം പന്നിപ്പടക്കം പോലെ പൊട്ടിവിടർന്നു. കിഴക്കേ മാനത്ത് വെള്ളമുണ്ട് കീറി ചാത്തുട്ടി വൈദ്യരുടെ ഓലപ്പുരയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു. മടിയന്മാരായ ചെറുപ്പക്കാരെ ശല്യപ്പെടുത്തിക്കൊണ്ട് അമ്പലത്തിലെ കീർത്തനം കോളാമ്പി മയക്കിലൂടെ തുപ്പിക്കൊണ്ടിരുന്നു. തലേ ദിവസം അടിച്ച കള്ളിന്റെ ലഹരി വിട്ടുമാറാത്ത ചില കുടിയന്മാർ അതിരാവിലെ എഴുന്നേറ്റ് ഉടുക്ക് കൊട്ടുന്ന ശബ്ദത്തിൽ ചുമച്ചുകൊണ്ട് ആ ചുമയുടെ ഇന്റർവെല്ലിൽ കിട്ടുന്ന സമയം ഒട്ടും പാഴാക്കാതെ കാജാവീടിയും മാപ്പിള് വീടിയും ദിനേശി വീടിയും വലിച്ച് രസിച്ച് ചിരിച്ച് പപ്പനാഭൻ നായരുടെ ചായക്കടയിൽ സ്ട്രോങ് ചായ കുടിക്കാൻ ലക്ഷ്യമാക്കി നീങ്ങി. അവിടത്തെ കഥയാണെങ്കിൽ അതിലും വലുത്ത. തലേ ദിവസം ബാക്കി വന്ന ചോറ് അരച്ച് ഇഡ്ഡലിയാക്കിയും തലേ ദിവസത്തെ വട തൈരിലിട്ട് തൈരുവടയാക്കിയും പപ്പനാഭൻ നായർ പതിവ് പോലെ പെറ്റിക്കൽ പരിപാടി ആരംഭിച്ചു. ഞാഞ്ഞൂളിനെ കിഴികെട്ടി പാലിലിട്ട് കൊഴുപ്പ് കൂട്ടിയ പാൽക്കാരൻ സാതിരിക്കോയ സൈക്കിളിൽ കിണികിണി ശബ്ദമുണ്ടാക്കി യാത്ര ആരംഭിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കോണമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ബൊഫേഴ്സ് കുംഭകോണം, യൂറിയ കുംഭകോണം, കാലിത്തീറ്റ കുംഭകോണം, ഹവാല കുംഭകോണം, പഞ്ചസാര കുംഭകോണം എന്നീ കോണമുള്ളതും കോണമില്ലാത്തതുമായ വാർത്തകളുമായി പത്രക്കാരൻ പയ്യൻ ചില വീട്ടുപടിക്കൽ പത്രങ്ങൾ മുക്കുവൻ വല വീശും പോലെ വീശിയെറിഞ്ഞു. കുളിയും ജപവും കഴിഞ്ഞ് തരിണീമണികൾ കാരാമയുടെ മൂട്ടിൽ തീവെച്ച പോലെ അമ്പലത്തിലേക്ക് വെച്ച് കാച്ചി ഏഷ്ണിക്കാരികളായ പെണ്ണുങ്ങൾ പഞ്ചായത്ത് കിണറ്റിനരികെ പതിവ് പരദൂഷണ പരമ്പരയുടെ പുതിയ എപ്പിസോഡ് ആരംഭിച്ചു. സഹൃദരെ, ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നാം ഞാൻ ഇത്രയും ഭംഗിയായി വിവരിച്ച ഈ വിവരണം ഈ കഥ നടക്കുന്ന ഗ്രാമത്തിലുള്ളതല്ല എന്ന്. എന്നാൽ നമ്മുടെ കഥ നടക്കുന്ന ഗ്രാമത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പൂച്ചമാന്തിക്കര എന്നൊരു കൊച്ചു ഗ്രാമം. പൂച്ചമാന്തിക്കര എന്നൊരു ഗ്രാമം കണ്ടാലോ സുന്ദര ഗ്രാമം. ആ നാട്ടാരെ ജീവിതത്തെ കുറിച്ചൊന്നു പറയാം ഞാൻ. മണ്ടന്മാരുള്ളൊരു ഗ്രാമം, ദുഷ്ടന്മാരും കള്ളന്മാരുണ്ടേ, നല്ലവരും വഞ്ചകരുമായ കാമുകന്മാരുണ്ടേ. കന്നുകാലികൾ മേയുന്ന പാടം, ചണം വാരി നടക്കുന്ന പിള്ളേർ, അവർ കൊണ്ടുവരട്ടി ചൊറികൾ, അത് മാന്തി മാന്തി നടക്കും. രണ്ടു മൂന്ന് കള്ള് ഷാപ്പുണ്ട്, പിന്നെ കുറ്റിക്കാട്ടിൽ കള്ളവാറ്റുണ്ട്, ചെത്തുകാരി പെണ്ണുങ്ങളുണ്ട്, പറയാറുണ്ടോ? വായിൽ നോക്കുന്ന പിള്ളേരുണ്ട്, കൊള്ളപ്പലിശക്കാരുണ്ട് പൂച്ചമാന്തിക്കരയിൽ. പൂച്ചമാന്തിക്കര എന്ന ഗ്രാമത്തെക്കുറിച്ച് അല്പം കൂടി വിശദമായി പറഞ്ഞാൽ ഒരു സ്കൂള്, ഒരു വില്ലേജ് ഓഫീസ്, ഒരു ഭ്രാന്താശുപത്രി, ഒരു മൃഗാശുപത്രി എന്നീ സർക്കാർ സ്ഥാപനങ്ങളും റേഷൻ ഷാപ്പ്, കള്ള് ഷാപ്പ്, ചായ ഷാപ്പ്, ചാരായ ഷാപ്പ്, പിന്നെ ആവശ്യമില്ലാണ്ടൊരു ഷാപ്പ്, അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, പിന്നെ എന്നീ പ്രൈവറ്റ് സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന നാട്. കേരള സർക്കാർ സാക്ഷരത എന്ന സാധനം അടിച്ച് ഏൽപ്പിച്ചിട്ട് മേൽക്കാത്ത ഏക ഗ്രാമം.
ആരോമൽ ചേകവരും ചന്തുവും മൊതേനനും കായംകുളം കൊച്ചുണ്ണിയും കുന്നംകുളം വാരുണിയും ഉണ്ണിമേരിയും ഉണ്ണിയാർച്ചയും ഉണ്ണിമേനനും ടിപ്പു സുൽത്താനും ടി ജി രവിയും എന്തിനു പറയണ് നടത്തറ ശാന്ത വരെ ഈ ഗ്രാമത്തിലല്ല ജനിച്ചത്. എന്നാൽ പൂച്ചമാന്തിക്കരയിൽ ജനിച്ചു വളർന്ന നല്ലവരും ചീത്തകളുമായ കുറച്ച് മനുഷ്യരുടെ കഥ അതാണ് തൂശിമ കൂന്താരോ. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് തൂശിമ കൂന്താര. കൃഷ്ണനെ സ്നേഹിച്ച രാധയുടെയും ഷാജഹാനെ സ്നേഹിച്ച മുംതാസിന്റെയും പ്രണയകഥ നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ആയില്ല. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലവ് സ്റ്റോറിയാണ് തൂശിമ കൂന്താരോ. അടി പൂളുമ ചൊമ്പുള്ള മാങ്ങ എനിക്കിട്ടു വേണ്ട അടിയേ. കണ്ടാൽ കരയും കാമുകന്മാരുടെ കോലം, പ്രേമത്തിൻ ചുവടുകൾ പിഴച്ച് ഒരുമിച്ചു ചാകുന്ന ലോകം. കണ്ടാൽ കരയും കാമുകന്മാരുടെ കോലം, പ്രേമത്തിൻ ചുവടുകൾ പിഴച്ച് ഒരുമിച്ചു ചാകണ ലോകം. അതാ അങ്ങോട്ട് നോക്കൂ. ആ കാണുന്നതാണ് പൂച്ചമാന്തിക്കരയിലെ ഏക വൈദ്യൻ ചാത്തുട്ടി വൈദ്യരുടെ വീട്. ഒരുപാട് രോഗികളെ ചികിത്സിച്ചും പിഴിഞ്ഞും സുഖപ്പെടുത്തുകയും അതിനിരട്ടി പേരെ ചികിത്സിച്ച് കൊന്നിട്ടുമുണ്ട് ആ വിദ്വാൻ. അത്യാവശ്യം അലോപ്പതി, ഉലോപ്പതി, ഹോമിയോപ്പതി, ഇറച്ചിപ്പൊതി, ഇഞ്ചക്ഷൻ, ഓപ്പറേഷൻ, കോർപ്പറേഷൻ തുടങ്ങി പോസ്റ്റ്മോർട്ടം വരെ ചെയ്യാൻ തയ്യാറാണ് ഡോക്ടർ ചാത്തുട്ടി വൈദ്യർ. നമുക്ക് ചാത്തുട്ടി വൈദ്യരുടെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലാം. അല്ലേ, ഇതാര്? നമ്മുടെ കൊച്ചാണ്ടിയല്ലേ? അമ്മിണിയെ അമ്മിണിയെ, എന്താ ചേട്ടാ? ഓ, നീ അങ്ങനെ വിളിക്കില്ലടി. നീ എന്തെടുക്കണ അവിടെ? വരണോ? എന്നിട്ട് തേങ്ങ നീ അവിടെ എടുക്കണേ? എന്നെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നേ. അല്ല, എന്താ കൊച്ചാണ്ടി കാര്യം? തുള്ളൽ പനിയുണ്ട്, വാദമുണ്ട്, ഏനു നെഞ്ചിനകത്തോരു മിന്നലുണ്ട്, കാലുമ്മേ നീരുണ്ട് മന്തു പോലെ, പിന്നെ മുഖക്കൂരു പോലൊരു മൂലക്കൂരു, ആമാശയത്തിലെ ശ്വാസകോശത്തിലെ കോശങ്ങൾ പേശികൾ നാശമായി, എൻ്റെ കേശലകാശെല്ലാം കാലിയായി. താനാരോ തന്നാരോ പാടാതേടോ, എന്നാൽ ഞാൻ തരാം വേറൊരു ഒറ്റമൂലി. പാമോയിൽ തേച്ച് കുളിച്ചിടണം, ശേഷം പൊതളങ്ങ കായ കഴിച്ചിടണം, പിന്നെ ദുൽവാലെ ദുൽഖാനി ജാഹോം ഹാഹേ. ഈ സൈസാണ് നമ്മുടെ ചാത്തുട്ടി വൈദ്യരുടെ ചികിത്സ. കിട്ടിയാ കിട്ടി, പോയാ പോയി. പ്രിയമുള്ളവരെ, വൈദ്യർക്ക് സ്വന്തമായിട്ടൊരു ഭാര്യയും അതിൽ സ്വന്തമായിട്ടൊരു മകനുമുണ്ട്. അവനാണ് നമ്മുടെ കഥാനായകൻ മനോഹരൻ. വൈദ്യർക്കാണെങ്കിൽ ചികിത്സ, ഭാര്യ അമ്മിണിക്കുട്ടിക്കാണെങ്കിലോ തട്ട്, മുട്ട്, ഉളക്ക്, സതവ്, എരിവ്, നടുവേദന, കൈകാൽ വേദന, പല്ലുവേദന, നെഞ്ചരിച്ചൽ, മൂക്കടപ്പ്, വളച്ചുകെട്ടൽ, പുളിച്ചുകെട്ടൽ, നീർക്കെട്ട്, അണക്കെട്ട്, ചെന്നിക്കുത്ത്, പെരിങ്ങൽ കുത്ത്. പട്ടാപകല് പട്ടത്ത് പോയി പട്ടയും മുട്ടയും തട്ടിയ കുട്ടപ്പന്റെ മുട്ടുപൊട്ടി പെട്ടെന്ന് ചോര വന്നപ്പോൾ ചോര നിൽക്കാനുള്ള അസുഖങ്ങൾക്ക് മരുന്നുകൾ അരച്ച് തന്റെ കണവനെ ഹെൽപ്പ് ചെയ്യലാണ് സ്വന്തം ഭാര്യയുടെ പണി. എന്നാൽ തന്തപ്പടിയുടെ ആളക്കൊല്ലി ചികിത്സയോടും പഠിക്കുന്ന പുസ്തകത്തിനോടും ഏതാണ്ട് ചെകുത്താന് കുരിശ് കണ്ട പോലെയുള്ള അലർജിയാണ് മനോഹരന്. ബാഗി ജീൻസും സൂട്ടുമണിഞ്ഞ് നാട്ടിൽ തെണ്ടി നടക്കും, അച്ഛന്റെ കീശൽ കാശും എടുത്തിട്ട് വാശിയിൽ വീശി നടക്കും, വാശിയിൽ വീശി നടക്കും, വാശിയിൽ വീശി നടക്കും. ഇതെന്റെ സ്റ്റൈല്. ഇനി AR റഹ്മാന്റെ സ്റ്റൈലിൽ പറഞ്ഞാൽ, ഷെയ്പ്പല്ലേ
ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിൽ നേരം വെളുത്താലും എഴുന്നേൽക്കാതെ കന്യാകുമാരിൽ കയ്യും തിരികെ ചാണപ്പുഴു പോലെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങും. എന്നാൽ നമ്മുടെ മനോഹരൻ അങ്ങനെയല്ല. വെളുപ്പിന് കൃത്യം 5 മണിക്ക് എഴുന്നേൽക്കും, എന്നിട്ട് മൂത്രമൊഴിച്ചിട്ട് പോയി വീണ്ടും കിടന്നുറങ്ങും. ഒരു ദിവസം പുഴയോരത്ത് തെങ്ങിൻ ചുവട്ടിൽ അണ്ടി പോയ ആമയെ പോലെ ഇരിക്കുകയായിരുന്നു നമ്മുടെ മനോഹരന്റെ മനസ്സ്. ഇറക്കത്ത് ബ്രേക്ക് പോയ സൈക്കിള് പോലെ ചീറിപ്പാഞ്ഞു. 10ാം ക്ലാസ്സിൽ 3ാം തവണയും വൻപിച്ച ഭൂരിപക്ഷത്തോട് തോറ്റ് നാടിനും വീട്ടിനും അഭിമാനമായി മാറിയ തൻ്റെ പ്രിയ സഖി ഇന്ന് പട്ടണത്തിൽ തോറ്റവർക്ക് വേണ്ടി തോറ്റവരാൽ നടത്തപ്പെടുന്ന ഒരു തോറ്റോടി കോളേജിൽ ഉപരിപഠനത്തിന് പോയിരിക്കുകയാണ് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അല്ല ഇതാര് മനോഹരനാ? അല്ല തേടി വള്ളി കാലി ചുറ്റി അന്നെ കാണണമെന്ന് വിചാരിച്ചു ഒത്തിരി നാളായി നടക്കണ. അതിന്റെ മോനെ എന്നോട് ഒരു സംശയം ചോദിക്കാണ്ട്, എന്റെ മനസ്സിൽ ആരാണ്? സത്യം പറ, അള്ളാണ് സത്യം മറച്ചു വയ്ക്കരുത്. അല്ല സാദ്രിക്ക, എല്ലാവരും പറയണ്. എന്ത് പറയണ്? പറ, ഇത് മനസ്സിൽ വെച്ച് മതളം കൊട്ടാണ്ട് കാര്യം പറ, നമുക്ക് സോൾവ് ചെയ്യാം. എന്താ പറഞ്ഞേ? എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, എല്ലാരും പറയണ്, എല്ലാരും പറയണ്, അവളെന്റെ ലൈനാണെന്ന്. ഞങ്ങൾ രണ്ടാളും സത്യമായിട്ടും ഞങ്ങൾ രണ്ടാളും പ്രേമമെന്ന്. അതെ, ഞങ്ങള് തമ്മിൽ ചെറിയൊരു പ്രേമമാണ്. ആദ്യം ഞാൻ കണ്ടപ്പോൾ മനീഷ കൊയിരാളയാണെന്ന് എനിക്ക് തോന്നി. കണ്ട കിടിയും പോവും. പിന്നെ ഊർമിളയെ പോലവൾ പ്രിയരാമന്റെ ചെങ്കണ്ണൊന്നു പോലെ. നാടാകെ ചൊല്ലണ്, നാട്ടാരും ചൊല്ലണ്, എന്നാന്നറിയോ? സുസ്മിതാസെന്നാണെന്ന്. അല്ല ഐശ്വര്യ, അമ്മോ. അല്ല ഐശ്വര്യ റായാണെന്ന്. അവളെ കണ്ടു കഴിഞ്ഞാൽ മാധുരി ദീക്ഷിതിനെ പോലെയാ മൂക്ക് സിൽക്കിന്റെ കണ്ണാണെന്ന്. എന്നെ സിൽക്കിന്റെ ഷേപ്പാണെന്ന്. എന്താ കാര്യം? സിൽക്ക് പോണ്ട വഴിക്ക് സിൽക്ക് പോയി. ഇത്രയൊക്കെ കേട്ടിട്ടും അവളുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അവളാണ് പ്രേമലത. പേര് പോലെയാണ് തൻ്റെ സ്വഭാവമെന്ന് അവൾ പ്രായം തികഞ്ഞപ്പോൾ തെളിയിച്ചു. അവൾ ഇന്ന് പാടത്തെ കുറ്റിയിൽ കെട്ടിയിട്ട കറാച്ചി എരുമയെപ്പോലെ വട്ടം കറങ്ങിയാണ്. അതാണ് അവളുടെ പ്രായം. യൗവനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ചവിട്ടി കയറുമ്പോൾ അവളുടെ മനസ്സ് സർക്കാർ ഖജനാവ് പോലെ കാലിയായിരുന്നു. ആ ദേശത്തെയും പരദേശത്തെയും പൂവാലന്മാർ പലതവണ പ്രേമലത എന്ന പരൽമീനെ ചൂണ്ടയിട്ട് നോക്കിയെങ്കിലും അവൾ കുടുങ്ങിയില്ല. അപ്രതീക്ഷമായാണ് അവൾ മനോഹരന്റെ ചൂണ്ടക്കുളത്തിൽ കുടുങ്ങി. ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ഞായറാഴ്ചയുടെ പിറ്റേ ദിവസം, ശനിയാഴ്ചയുടെ യെസ്റ്റർഡേ. അന്ന് സ്കൂളിൽ വെച്ച് ആ വാർത്തയറിഞ്ഞ് പ്രേമലത CBI-ക്കാരെ കണ്ട ജയലളിതയെ പോലെ ഞെട്ടി. ഈശ്വര, താൻ 3ാം വർഷവും SLC തോറ്റിരിക്കുന്നു. എന്റെ പൂച്ചമാന്തിക്കര് ഭഗവതി, ഇനി എന്തിന് ഞാൻ ജീവിക്കണം? എത്ര പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ പരീക്ഷ കോപ്പി അടിച്ചത്. അൺസൈക്കബിൾ. ഈശ്വര, ഞാൻ അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോൾ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? അത് ഓർക്കാൻ വയ്യ എന്റെ ഓർക്കിഡ് ഭഗവതി. അവളുടെ മനസ്സ് അമ്പലത്തിലെ പൂജാരിയെ പോലെ കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാപ്രവർത്തത എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ചു. ഹൃദയം മണിയടിച്ചു, മാറിടം താളം പിടിച്ചു. ഈ സമയത്താണ് പ്രേമലതയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഒരു ഉഗ്രൻ ഇടിവെട്ടിയത്. ഒപ്പം തെറി പറയാൻ തോന്നും പോലെ അലമ്പുമഴ, തല ചൊറിഞ്ഞു പ്രാകാൻ തോന്നും നശിച്ച മഴ. പണ്ടാറടങ്ങട്ടെ ഈ മഴ, ഒടുക്കത്തെ പെയ്ത്താണ് ഈ മഴ. പണ്ടാറടങ്ങട്ടെ ഈ മഴ, ഒടുക്കത്തെ പെയ്ത്താണ് ഈ മഴ. ആകെ വലച്ചല്ലോ ദേ മഴ. തെറി പറയാൻ തോന്നും പോലെ അലമ്പുമഴ, തല ചൊറിഞ്ഞു പ്രാകാൻ തോന്നും നശിച്ച മഴ. ആൽപ്പിന് അർത്ഥം കിട്ടിയില്ല, അർദ്ധരാത്രിയിൽ പിടിക്കും. എന്താണെന്നറിയാമോ? കയ്യില്ല കയ്യിൽ ചതിച്ചു മഴ, സൽവാറും കമ്മീസും നനച്ചു മഴ. ആ കാഴ്ച ഒന്ന് കണ്ടു തന്നെയാണ്. കയ്യില്ല കയ്യിൽ ചതിച്ചു മഴ,
സൽവാറും കമ്മീസും നനച്ചു മഴ. 10ൽ തോറ്റത് ഓർത്തു നോക്കുമ്പോൾ ഉള്ളു കത്തും മഴ. എന്റെ ജീവിതം ആകെ തുലച്ചോണ്ട് പെയ്തു കണ്ണീർ മഴ, പെരുമഴ. മഴ കൊണ്ട സിനിമാ പോസ്റ്റർ പോലെ അവൾ ആകെ നനഞ്ഞു കുതിർന്നു. 3-ാം കൊല്ലവും 10ൽ തോറ്റ ഞാൻ ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല. മരിക്കണം, പറ്റുമെങ്കിൽ തൂങ്ങിച്ചാകണം, അല്ലെങ്കിൽ രാമർ പെട്രോൾ തലയിൽ ഒഴിച്ച് തീ കൊളുത്തണം. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും നോട്ടക്കാരായ ചേട്ടന്മാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്റെ പൂച്ചമാന്തിക്കരപ്പ, അമ്മേ, പെങ്ങളെ, നാത്തൂനെ, മടുത്തു. ഐ ആം ഡെത്ത് ഓഫ് ദി ഡേ. അവളുടെ ചിന്തകൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു. ഹൃദയം അരിമില്ലിൽ അരിയിടിക്കും പോലെ ചക ചക ഇടിച്ചു. വേണ്ട, എനിക്കിനി ജീവിക്കണ്ട. ചളിയും വെള്ളവും നിറഞ്ഞ ആ പഞ്ചായത്ത് റോട്ടിലൂടെ ഒരു ഭ്രാന്തിയെ പോലെ അവൾ ഓടി, നാറാണത്ത് ഭ്രാന്തന്റെ വൈഫിനെ പോലെ. അതാ കാണുന്ന കട്ടറിന്റെ ഒത്ത നടുക്ക കുളം പോലൊരു കട്ടർ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. മഴ പെയ്ത് വെള്ളം നിറഞ്ഞ ആഴമുള്ള ഗട്ടറിലേക്ക് നീർക്കോലിയെ കണ്ട തവളയെ പോലെ അവൾ എടുത്തു ചാടി. ഒരു കവിൽ വെള്ളം കുടിച്ച ശേഷം അവൾ ഉയർന്നു പൊങ്ങി, പിന്നെ താണു, പിന്നെ പൊങ്ങി, പിന്നെ എന്റെ അച്ഛൻ. അപ്രതീക്ഷമായ ഒരു വാടക സൈക്കിളിലെത്തിയ മനോഹരൻ ഞരമ്പുകൾ കോച്ചി വിലയ്ക്കുന്ന ആ കാഴ്ച കണ്ട് റോഡിന്റെ നടുക്കുള്ള ഗട്ടറിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി അതാ മുങ്ങിച്ചാകാൻ പോകുന്നു. മനോഹരൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ചിന്തിക്കാനുള്ള ബോധം അവൻ ഉണ്ടായില്ല. ബോധം അവന് പണ്ടേ ഇല്ലല്ലോ. വൈകാതെ അവനും ആ ഗട്ടറിലേക്ക് എടുത്ത് ചാടി. മുങ്ങിച്ചാകാൻ പോയ പ്രേമലതയെ കണ്ട് നമ്മുടെ നായകൻ കാലന്റെ കയ്യിൽ നിന്നും ഒരു ഫൈറ്റ് നടത്തി പിടിച്ചു വാങ്ങിക്കൊണ്ട് ചോദിച്ചു, അയ്യോ ആ പെണ്ണ് വെള്ളത്തിൽ വീണെന്റെ അമ്മ, അയ്യോ ആ പെണ്ണ് വെള്ളത്തിൽ വീണെന്റെ അമ്മ. ചവാന ചവാന എടി പെണ്ണെ നിന്റെ പൂതി നടക്കൂല, സമ്മതിക്കൂല. പോടാൻ ചെക്കനീ നിന്റെ പാട്ടിനങ്ങ് പോടാൻ, ഞാൻ ചത്താ നിനക്കെന്താ ചേതം. പ്രായം തികഞ്ഞൊരു പെണ്ണാണ്, നാട്ടാര് കേട്ടാല് പറയൂലോ ആ ചത്ത പെണ്ണവൾ പിശകല്ലേന്ന്. മോശം വീട്ടാർക്ക ചവാന ചവാന. അതു തന്നെ ആശ തനാരോട് എന്നെ രക്ഷിക്കാൻ. എന്തിനാണ് പെണ്ണെ ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റു, തോറ്റോണ്ടെന്റെ ഭാവി പോയില്ലേ. ആ ദിവസം പ്രേമലതയ്ക്ക് ഉറക്കം വന്നില്ല. നിങ്ങൾ വിചാരിക്കും മൂട്ട കടിച്ചിട്ടാണെന്ന്. അല്ല, അവളുടെ മനസ്സിൽ മനോഹരന്റെ മനോഹരമായ മുഖമായിരുന്നു. തന്നെ രക്ഷിച്ച ആ കൈകളുടെ കരുത്ത്, ആ കണ്ണുകൾ, ആ മൂക്കുകൾ, മൂക്കിന് മുകളിലുള്ള നെറ്റിയിൽ സർവേക്കല്ലിൽ കാക്ക തൂറിയ പോലുള്ള കുറിയും. ആഹാ, എത്ര മനോഹരം! എന്റെ മനോഹരേട്ടാ. എടാ മനോഹരോ, നീ എന്താടാ ഈ ആലോചിക്കണേ? എടാ ഇവിടെ ഇരുന്ന് നീ സ്വപ്നം കാണാ? അല്ല, എന്താ നിന്റെ പ്ലാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. നീ ഇങ്ങനെ തെക്കും വടക്കും വെറുതെ പാൻറ്റും കളസം സവസറിട്ട് തേരാപാരം നടന്നാൽ മതിയോ? അച്ഛൻ ഞാൻ വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ഇങ്ങനെ പോയാലേ നിന്റെ ഭാവി അഴാമ കിടക്കണ കോണാൻ പോലെയാവും. കോണാൻ അച്ഛൻ എനിക്ക് ചൊറിഞ്ഞു വരണിട്ടോ. നല്ല കാര്യായി. അതെ, നമ്മുടെ മോന്തേനെ തമിഴിൽ എന്തെന്നാ പറയാന്നറിയാമോ? നമ്മുടെ മോറിനെ തമിഴിൽ എന്താ പറയാന്ന് നിനക്ക് അറിയില്ലല്ലോ. എന്നാ കേട്ടോ, മൂഞ്ചീന്ന്. അതാവും നിന്റെ അവസ്ഥ. കലികേറിയ മനോഹരൻ തന്തപ്പടിയെ പ്രാഗിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ ക്ലാക് ക്ലീ ക്ലീ ക്ലൂ ക്ലൂ ക്ലൂ. മനോഹരൻ തിരിഞ്ഞു നോക്കി. മുറ്റത്തമ്മ. മോനെ, നീ പുര നിറഞ്ഞു നിൽക്കുന്ന ആൺകുട്ടിയാണെന്നുള്ള ബോധം നിനക്ക് വേണം. നിന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് 2ഉം 3ഉം 12ഉം 4ഉം 16 പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കണ കാര്യം നീ മറക്കണ്ട കേട്ടോ. ഈ ഉപദേശം കൂടി കേട്ടതോടെ എൻ്റെ അമ്മേ, ഒന്ന് സ്വസ്ഥമായ ഒരു സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഇന്ത വീട്ടുക്കുള്ള ഞാൻ ഉക്കാറമാട്ടെ അന്ത പ്രശ്നമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി. എങ്ങോട്ടോ മനോഹരൻ നീ വെടികൊണ്ട് പന്നിയെ പോലെ പാഞ്ഞു പോണത്? കോയിക്ക, നശിച്ച് ഈ കുടുംബത്തിൽ നിന്ന് പോയി ചത്താലോ എന്ന് ആലോചിക്കുക. അല്ല, നല്ല കഥയായി. പഠിച്ചവനെ ചാവാനാ? ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലട്ടാ.
അന്റെ കാര്യം ഒഴിച്ച് ആ മനോഹര എടപ്പള്ളി പള്ളിയിലേക്ക് കോഴി ഒഴിഞ്ഞു വെച്ച പോലെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പെണ്ണുള്ള കാര്യം മറക്കരുതിട്ടോ. നമ്മൾ പോണ് ഓനെ അവന്റെ പാടായി. അന്ന് രാത്രി മനസ്സിന്റെ ഭാരമിറക്കാൻ അവൻ ചെത്തുകാരൻ ഗോപാലൻ ചേട്ടന്റെ തെങ്ങിൻ മുകളിൽ കയറി അല്പം കള്ളു ഊറ്റി കുടിച്ചു. കള്ളു മൂത്തപ്പോൾ മനോഹരൻ തെങ്ങിൻ പട്ടയിലിരുന്ന് പാടി: പൊട്ടണ് പൊട്ടണ് എൻ മാനം പൊട്ടണ് ചൂളമരത്തിന്റെ കായ പോലെ എന്തടി നാത്തൂനെ കണ്ടിട്ട് മിണ്ടാത്തെ കാലക്കിടങ്ങാനും സംഭവിച്ചോ കൊട്ട പിടിക്കലും വട്ടം പീഡിക്കലും എന്നെ കൊണ്ടാവില്ല പൊന്നു ചേട്ടാ കാലത്തൊരു കുളി ഉച്ചയ്ക്കൊരു കുളി വൈകിട്ട് നാത്തൂന് മാസക്കുളി പാറി പറക്കണ ചെങ്കോടി ജാക്കറ്റ് ആരുടെ കയ്യിലെ കാശാണടി ഓടൊടി മണ്ണോടി കൊട്ട ചൂമന്നിട്ട് തുന്നിച്ചത ചേട്ടാ ഈ ജാക്കറ്റ് 12:10 ഹോണടി കേൾക്കുമ്പോ കണ്ണുകളെല്ലാമേ വടക്കോട്ടല്ലോ ചേട്ടനെ ധ്യാനിച്ച് പായ വീരിച്ചപ്പോൾ പായയുടെ തുമ്പത്ത് പാമ്പു വന്നേ പൊട്ടണ് പൊട്ടണ് എന്മാനം പൊട്ടണ് ചൂളമരത്തിന്റെ കായ പോലെ പൊട്ടണ് പൊട്ടണ് എന്മാനം പൊട്ടണ് ചൂളമരത്തിന്റെ കായ പോലെ. പിറ്റേ ദിവസം ക്ലാസ് കട്ട് ചെയ്ത് പ്രേമലത മനോഹരനോടൊപ്പം കടൽക്കരയിൽ കറങ്ങാൻ ഇറങ്ങി. അവർ രണ്ടുപേരും ചെമ്മീനിലെ പരീക്കുട്ടിയെയും കറുത്തമ്മയെയും കരിമീനിലെ വീരപ്പനെയും പൂലം ദേവിയും പോലെ ഓടിച്ചാടി നടന്നു. ചേട്ടാ, എന്താ മോളെ, നമുക്ക് ഈ മണലിൽ കടന്നുരുളാം. അത് വേണോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ കടലിന്റെ അക്കരയും ഇക്കരയും നീന്തി കളിച്ചാലോ? എന്റെ മോളെ, അത് പിന്നെ ആയ പോരെ. വിഷയം മാറ്റുവാനായി മനോഹരൻ പ്രേമലതയുടെ ചെവിട്ടിൽ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ? കേൾക്കണേ കേട്ടോ. കൺമഷി വള്ളപ്പൊട്ട് മൂക്കി പൊടി വേണോ പിന്നെ ലിപ്സ്റ്റിക്കും കമ്മലും പോപ്പിക്കുട വേണോ പാരകൻ ചെരുപ്പ് വേണോ ഒരു പാദസരം വേണോ പിന്നെ കരിവെള്ള മുത്തുമല പിരിയമ്മല പെണ്ണെ കൺമഷി വള്ളപ്പൊട്ട് മൂക്കി പൊടി വേണോ പിന്നെ ലിപ്സ്റ്റിക്കും കമ്മലും പോപ്പിക്കുട വേണോ മോളെ എനിക്ക് ഞാനേ കമ്മല് വാങ്ങി തരട്ടെ. ചേട്ടന്റെ മോളല്ലേ, എന്ത് കളിയാ ചിരിക്കണേട്ടില്ല കള്ളി. പിന്നെ തലയിൽ പുരട്ടുന്ന ഷാമ്പു പിന്നെ കുളിക്കുമ്പം തേക്കുന്ന ലെഗ്സ് പിന്നെ ഊരക്കി അറിഞ്ഞാണോ പിന്നെ തലയിൽ പുരട്ടുന്ന ഷാമ്പു പിന്നെ കുളിക്കുമ്പം തേക്കുന്ന ലെഗ്സ് പിന്നെ ഊരക്കി അറിഞ്ഞാണോ സ്വർണത്തിന്റെ കമ്മൽ വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ലെന്ന് ഗോൾഡ് ഗോൾഡ് കമ്മൽ വാങ്ങാം ബോധം വയ്ക്കാം ബ്രഹ്മി വാങ്ങാം സെല്ലുള്ള സെന്റ് തരാം നല്ല ചൂടുള്ള ഉമ്മ തരാം പിന്നെ തട്ടിക്കാടൽ കട്ടൻ ചായയും മുട്ടക്കറിയും പെണ്ണെ കൺമച്ചി വള്ളപ്പൊട്ട് മൂക്കിപ്പൊടി വേണോ പിന്നെ ലിപ്സ്റ്റിക്കും കമ്മലും പോപ്പിക്കുട വേണോ. തേനിൽ പഞ്ചാരയും കൽക്കണ്ടവും ചേർത്ത ആ ചോദ്യം കേട്ടപ്പോൾ അവൾ ജുറാസിക് പാർക്കിലെ ദിനോസറിനെ പോലെ ഒരു ചെറിയ ശബ്ദമുണ്ടാക്കി ഇതൊന്നും വേണ്ടെന്ന് തലയാട്ടി. എനിക്കൊന്നും വേണ്ട. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? കുതിരയെ വേണോ, ആനയെ വേണോ, ആനപ്പാപ്പന് വേണോ, ആനപ്പിണ്ടം വേണോ? അവൾ തല വെട്ടിച്ച് ദൂരെ തെങ്ങിൻ പട്ടയിലിരിക്കുന്ന മൂങ്ങയെ നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു. എന്റെ ദൈവമേ, ആ നോട്ടം കണ്ടത് മൂങ്ങ ജീവനും കൊണ്ടോടി. മനോരേട്ടാ, എനിക്ക് ഈ പറഞ്ഞതൊന്നും വേണ്ട. പിന്നെ നിനക്ക് എന്താ വേണ്ടേ മോളെ, പറ.
കാശ്മീരി ഷാളും വേണം, ടീഷർട്ട് വേണം, ജീൻസ് ഒന്ന് വേണം, ഏട്ടന്റെ പൈകിടിക്ക്. എന്നാലും ചേട്ടനെ നീ ഒരു പരുവാക്കിട്ടാ പോവുള്ളല്ലേ? ഐസ്ക്രീം വേണം, ഫേസ് ക്രീം വേണം, കുട്ടിക്കുറ പൗഡർ വേണം, എന്നെ കൊല്ലാനാ തീരുമാനം. ഹെയർ സ്റ്റൈല് മാറ്റാൻ, മുഖക്കുരു നീക്കാൻ, ബ്യൂട്ടി പാർലർ വരെയും പോണം. കൊച്ചി വരെ പോകാം, കപ്പലൊന്ന് കാണാം, ഷാരൂഖ് ഖാന്റെ സിനിമ കാണാം, കൂടാതെ 5 സ്റ്റാർ ലഞ്ച് വേണം. പോക്കറ്റും കാലിയാവും. കൊച്ചി വരെ പോകാം, കപ്പലൊന്ന് കാണാം, ഷാരൂഖ് ഖാന്റെ സിനിമ കാണാം, കൂടാതെ 5 സ്റ്റാർ ലഞ്ച് വേണം. ചുരിദാർ വേണം, സാൽവാർ വേണം, കാശ്മീരി ഷാളും വേണം, ടീഷർട്ട് വേണം, ജീൻസ് ഒന്ന് വേണം, ഏട്ടന്റെ പൈകിടിക്ക്. ചുരിദാർ വേണം, സാൽവാർ വേണം, കാശ്മീരി ഷാളും വേണം, ടീഷർട്ട് വേണം, ജീൻസ് ഒന്ന് വേണം, ഏട്ടന്റെ പൈകിടിക്ക്. എന്റെ ജീവിതം കട്ട പോക. ആ ലീസ്റ്റ് കേട്ടപ്പോൾ മനോഹരന്റെ സകല ഗ്യാസും പോയി. പടിഞ്ഞാറ് അന്തിബാങ്ങളോട് പ്രണയാഭ്യർത്ഥന നടത്തി നിരാശനായ സൂര്യൻ കടലിലേക്ക് ആഴ്ന്നിറങ്ങി. കാക്കകൾ ചേക്കേറി. ഭൂമിയിലെങ്ങും നിലാവ് പരത്തിക്കൊണ്ട് കിഴക്കേ മാനത്ത് നമ്മുടെ ചന്ദ്രേട്ടൻ വെളുക്കെ ചിരിച്ചു. അന്ന് സാധാരണ വരുന്നതിൽ നിന്നും വൈകിയാണ് പ്രേമലത വീട്ടിലെത്തിയത്. നില്ലടി അവിടെ, നീ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുവോ? അമ്മേ, ഞാൻ ഒന്നും പറയണ്ട. ഈ പൂച്ചമാന്തിക്കരയിലെ പേര് കേട്ട ഒരു തറവാടാ അത്. ഈ പോക്ക് പോയാൽ നിന്റെ പഠിപ്പ് ഞാൻ നിർത്തിപ്പിക്കും, പറഞ്ഞേക്കാം. എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അമ്മേ. സാധാരണ അങ്ങനെയാണല്ലോ കാശുള്ള വീട്ടിലെ പെമ്പിള്ളേര് കാണാൻ കൊള്ളാവുന്ന ആമ്പിള്ളേരുമായി ചുറ്റിക്കറങ്ങി നേരം വൈകി വീട്ടിൽ വന്നാൽ ഒരൊറ്റ പറച്ചില, സ്പെഷ്യൽ ക്ലാസ്. നാളെ സിംഗപ്പൂരിൽ നിന്ന് എന്റെ അച്ഛനെത്തും. എന്റെ പൂച്ചമാന്തിക്കര തേവരെ, ഇതൊക്കെ അങ്ങനെ അറിഞ്ഞാൽ എന്നെയും വെച്ചേക്കില്ല. അതും കൂടി കേട്ടപ്പോൾ അവളുടെ മുഖം ഹിന്ദി കേട്ട പ്രധാനമന്ത്രി ദേവഗൌഡയെ പോലെ വാടി. പിറ്റേ ദിവസം സൂര്യൻ പടിഞ്ഞാറ് നിന്ന് നേരെ ഓപ്പോസിറ്റ് ഉദിച്ചു. അന്ന് എല്ലാവരെയും കോരിത്തെരിപ്പിച്ചൊരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയോ? ചരിത്രത്തിൽ ആദ്യമായി ആ ഗ്രാമത്തിൽ കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ ഇടവഴിയിലൂടെ ഒരു ടാക്സി കാർ വന്നു നിന്നു. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ പ്രേമലതയുടെ അച്ഛൻ ശങ്കരൻകുട്ടി. സിംഗപ്പൂരിൽ നിന്ന് വന്ന അദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചു സിംഗപ്പൂർ ശങ്കരൻ, ഞങ്ങളുടെ സിംഗപ്പൂർ ശങ്കരേട്ടൻ. പണ്ട് കിട്ടി നടത്തിട്ട് നാട്ടിൽ നിന്നും മുങ്ങിട്ട് കള്ളവണ്ടി കയറിട്ട് പിന്നെ പൊങ്ങി ബോംബെയിൽ തട്ടിപ്പും വെട്ടിപ്പുമായി തെണ്ടി നടന്നു. ഇപ്പൊ സിംഗപ്പൂര മിടുക്കന. പണ്ട് നാട്ടിൽ കോഴി മോഷണം, പിന്നെ ചീട്ടുകളി, കള്ളുകൂടി, പെണ്ണ് വീടി. ഇപ്പൊ 4 കാശുണ്ടാക്കിയപ്പോ ആള് മുതലാളി. ശങ്കരൻ ചേട്ടാ, ശങ്കരൻ ചേട്ടാ, ശങ്കരൻ ചേട്ടാ, ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങളുടെ ചേട്ടൻ. ശങ്കരൻ ചേട്ടാ, ശങ്കരൻ ചേട്ടാ, ശങ്കരൻ ചേട്ടാ, ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങളുടെ ചേട്ടൻ. സിംഗപ്പൂരിൽ വ്യാജ വിസ, വെള്ളി സ്വർണ്ണ ബിസ്ക്കറ്റ്, കുഴൽപ്പണ ഇടപാടും തീരി മാറി നടത്തി. പോലീസിന്റെ കണ്ണു വെട്ടിച്ചിങ്ങോട്ടു മുങ്ങിയാള് തരികിട തരികിട. പൂച്ചമാന്തിക്കരയിലെത്തി ആള് തരികിട തരികിട. കേട്ടി കുഞ്ഞു മോന്റെ മോടലാ വിശ കൊമ്പം വിശ. ശങ്കരൻ ചേട്ടാ, ശങ്കരൻ ചേട്ടാ, ശങ്കരൻ ചേട്ടാ, ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങളുടെ ചേട്ടൻ. ശങ്കരൻ ചേട്ടാ, ശങ്കരൻ ചേട്ടാ, ശങ്കരൻ ചേട്ടാ, ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങളുടെ ചേട്ടൻ, ഞങ്ങളുടെ ചേട്ടൻ. പ്രിയമുള്ളവരെ, തന്റെ മകൾ 10ാം ക്ലാസ്സിൽ 3ാം കൊല്ലവും തോറ്റെന്നറിഞ്ഞപ്പോൾ നമ്മുടെ സിംഗപ്പൂർ ശങ്കരൻ ഞെട്ടി. ഇല്ല, കാരണം അങ്ങേരിത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാ. സിംഗപ്പൂർ ശങ്കരൻ സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോൾ ഒറ്റയ്ക്കല്ലായിരുന്നു, ഒപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു.
അവനാണ് അൽസേഷൻ കുമാർ എന്ന പാട്ടി. ഒരു മകനില്ലാത്ത ദുഃഖം അൽസേഷൻ കുമാറിനെ കാണുമ്പോഴാണ് അദ്ദേഹം മറക്കുന്നത്. സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഫോറിൻ മദ്യം തന്റെ ബാല്യകാല സുഹൃത്തായ പപ്പനാഭൻ നായരുമായി പങ്കിടുകയായിരുന്നു ശങ്കരേട്ടൻ. ലഹരി മൂത്തപ്പോൾ എടോ പത്മനാഭൻ നായരെ, എന്റെ മുതലാളി, എടോ തനിക്ക് എന്നെ കുറിച്ചോ എന്റെ കുടുംബത്തെ കുറിച്ചോ സ്റ്റാറ്റസിനെ കുറിച്ചോ വല്ലതും അറിയാടോ? അല്ല, അത് പിന്നെ പറയേണ്ട കാര്യണ്ടോ? ഈ മുതലാളിയല്ലേ ഈ നാടിന്റെ തന്നെ വലിയൊരു സ്വത്ത്. എന്റെ അച്ഛൻ ഇവിടുത്തെ പേരേട്ടൊരു പോലീസ് ഓഫീസറായിരുന്നു. എന്റെ അച്ഛൻ ധീരതയ്ക്കുള്ള അവാർഡ് 3 തവണ വാങ്ങി. അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന് എനിക്കറിയോ? അത് പിന്നെ മുതലാളി പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ. ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയപ്പോ 3 അറ്റാക്ക് ഒരുമിച്ച് വന്നു. അതോടെ തീർന്നു പണി. ആ പൂച്ചനെ കിട്ടിയ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. എന്തിനാ? അല്ല, ഈ ആളുകള് റോട്ടിലൂടെ നടന്നു പോകുമ്പോ ആ പൂച്ചനെ വട്ടം വിടാലോ. ആ പോണ ആൾക്കാരെ അങ്ങോട്ട് പൊക്കോട്ടേനെ. അയ്യോ, ഇല്ല, വെറുതെ പറഞ്ഞതാ. ചങ്കരേട്ടോ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് പിണക്കം തോന്നോ? താൻ പറഞ്ഞു തൊലയ്ക്കാണോ? ചെവി കടിച്ചും തിന്നും വിധത്തിൽ പറഞ്ഞ രഹസ്യം കേട്ട് ശങ്കരൻ ചേട്ടൻ ബാലക്കാരെ പോലെ അലറി. ഞാൻ കണ്ടതാ. താനെന്ത് കണ്ടു? താനെന്ത് കോപ്പാണോ കണ്ടേ? അന്നത് കേട്ടോ? എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു, ഈ കാതുകൊണ്ട് ഞാൻ കേട്ടു. അവർ ബീച്ചിൽ പോണത് കണ്ടു, പിന്നെ പാർക്കിൽ വെച്ച് ഞാൻ കണ്ടു. ഓ, ചാത്തൂട്ടി വൈദ്യരെ മോനും ചേട്ടന്റെ മോളും പ്രേമമാണ്. അവർ തമ്മിൽ കറങ്ങലാണ്, അവർ തമ്മിൽ ഇഷ്ടമാണ്, അവർ തമ്മിൽ സ്നേഹമാണ്. ഷോ കാണൽ സ്ഥിരമാ, ലവ് ലെറ്റർ മാറല് പതിവാ. ആ ചെറുക്കനാളൊരു പെശക, തെണ്ടി നടക്കലൊരു തൊഴില. ഷോ കാണൽ സ്ഥിരമാ, ലവ് ലെറ്റർ മാറല് പതിവാ. ആ ചെറുക്കനാളൊരു പെശക, തെണ്ടി നടക്കലൊരു തൊഴില. ഓ, ചാത്തൂട്ടി വൈദ്യരെ മോനും ചേട്ടന്റെ മോളും ലൈനിലാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, ഒളിയല്ല സത്യമാണ്. ഇത് വലിയ കഷ്ടമാണ്. എന്റെ അച്ഛാ, കഴിവരുടെ മോള് വിളി കേട്ടു. സത്യം പറയണം, നീയും ആ വൈദ്യരുടെ മോനും തമ്മിൽ എന്താ ബന്ധം? ചോദിച്ചു കേട്ടില്ലേ നോയിന്റെ മോളെ? ഇത് കേട്ടതും എന്താ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയകുമാരി അമ്മ രംഗത്തേക്ക് വന്നു. സത്യം പറയട്ടെ, ശങ്കരേട്ടനിൽ നിന്നും ആദ്യത്തെ അടി കിട്ടാനുള്ള ഭാഗ്യം ഹൃദയകുമാരി അമ്മയ്ക്കായിരുന്നു. അതോടെ ഹൃദയകുമാരി ചതയകുമാരിയായി. അമ്മയെ തല്ലണ്ട, ഞാനും മനോഹരേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണ്. അയാൾ അവളുടെ മുടിക്കെട്ടിന് പിടിച്ച് വലിച്ച് പിന്നെ അടിയായിരുന്നു. സുഹൃത്തുക്കളെ, അടിയോടടി അടിയോടി. എന്നെ തല്ലരുത്, എന്നെ തല്ലരുത്, എന്നെ തല്ലരുത്. ഇനി വേലാൽ നീ അവനെ കാണുകയോ മിണ്ടുകയോ ചെയ്താൽ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി അതിന്റെ മുകളിൽ ഒരു ഓലപ്പന്തലിട്ട് രണ്ടിന്റെ അടിയന്തര നടത്തും. കഴിവേറികളെ, എന്നെ തല്ലരുത് അച്ഛാ, എന്നെ തല്ലരുത്, എന്നെ തല്ലരുത് അച്ഛാ. കാമുകൻ മകൾക്കയച്ച പ്രേമലകളുടെ കെട്ടുകൾ അയാൾ തൊണ്ടി സഹിതം പിടിച്ചെടുത്ത് വെറും പാട്ട പറക്കുന്ന പാട്ടപ്പറകികളായ തമിഴന്മാർക്ക് ശങ്കരൻ ചേട്ടൻ തൂക്കി വിറ്റു. ആ കാശ് കൊണ്ട് അവളോടുള്ള ദേഷ്യം തീർക്കാൻ ബിസ്ക്കറ്റ് വാങ്ങി അൽസേഷൻ കുമാറിന് തിന്നാൻ കൊടുത്തു. കുറച്ച് അങ്ങേരും തിന്നു. പിറ്റേ ദിവസം ശങ്കരേട്ടൻ കടവന്തർ വഴി തന്റെ തറവാടായ കുമിളിയിലേക്കും ഹൃദയകുമാരി അമ്മ സ്വഗൃഹമായ സൂര്യനെല്ലിലേക്കും പോയി. പാവം നമ്മുടെ പ്രേമലതയെ മുറിയിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. ആരും വരാതിരിക്കാൻ അൽസേഷൻ കുമാറിനെ തുറന്നു വിട്ടു. തുറക്കൂ, ഈ വാതിൽ തുറക്കൂ, എന്നെ തുറന്നു വിടൂ പ്ലീസ്. പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത്. 10 മണി നേരം ആരുമില്ല വീട്ടിൽ, കൊളുത്തിട്ട ജനൽ വഴി ഒളിഞ്ഞു നോക്കുന്നതാണ്. ഞാൻ തന്നെ നിന്റെ ചേട്ടനാണടി, വൈദ്യരെ പൊന്നു മനോഹരൻ. ആരും കാണാൻ
കേറി വാ ഒത്തെങ്കിൽ മതിൽ ചാട് അച്ഛൻ വരും മുൻപേ അടുക്കളവാതിൽ എന്നെ തള്ളി തുറന്നിട്ടാനകത്തേക്ക് ഇത് വഴിവാ നിന്നാരാ പൂട്ടിയിട്ട പെണ്ണേ വാതിൽ തുറക്കെന്റെ പൊന്നേ വാതിൽ തുറക്കാൻ പറ്റൂല ഗോദ്റേജിന്റെ പൂട്ട് ആണേ ചതിച്ചല്ലോ ചേട്ടാ പട്ടിയുണ്ട് വീട്ടിൽ അച്ഛനെ പോലെ ആ പട്ടിയുടെ സ്വഭാവം നിന്നുടെ തന്തയെ കയ്യിൽ കിട്ടിയാൽ വെട്ടിമുറുക്കി കൊല്ലുടി മോള്. വിദഗ്ധനായ ഒരു കള്ളനെ പോലെ കുളിമുറിയുടെ വെന്റിലേഷൻ വഴി അകത്ത് കിടന്ന് അതിസമർത്ഥമായി പൂട്ട് തല്ലി പൊളിച്ച് മനോഹരൻ പ്രേമലതയെ രക്ഷപ്പെടുത്തി. പട്ടി കാണാതെ അവ രണ്ടുപേരും മതിൽ ചാടി. പട്ടി കണ്ടില്ലെങ്കിലും മറ്റൊരു പട്ടി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പപ്പനാവൻ നായർ. പപ്പനാവൻ നായർ ഉടനെ ആ ന്യൂസ് ശങ്കരൻ ചേട്ടന്റെ കയ്യിലെത്തിച്ചു. ഇതോടെ ശങ്കരൻ ചേട്ടൻ രണ്ടാമതും കൂടി ഞെട്ടി. ഞെട്ടലിന്റെ ഫലമായി പ്രേമലതയ്ക്ക് സാമാന്യം ഭേദപ്പെട്ട വിധത്തിലുള്ള പൊട്ടി കിട്ടി. അന്ന് പാതിരയ്ക്ക് ശങ്കരൻ ചേട്ടൻ ഒരു തീരുമാനമെടുത്തു. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ യവൻ. ശങ്കരൻ ചേട്ടൻ പടി കയറി വരുമ്പോൾ സാമ്പാറിന് പച്ചക്കറി അരിയുന്ന പോലെ കഷായത്തിലുള്ള മരുന്നുകൾ നുറുക്കുകയായിരുന്നു വൈദ്യർ. തന്റെ മകനെ വിളിയടോ. എവിടെ അസുര വിത്ത്? ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ല എന്താ കാര്യം പറ മുതലാളി. താൻ അവൻ ഇറക്കി വിടറോ പുലിവാല് പോലെ. കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറയാന്നേ. വൈദ്യരേ വൈദ്യരേ തന്റെ മോനെ വിളിയടോ വൈദ്യരേ വൈദ്യരേ മകനെ ഒന്ന് വിളിയടോ എന്റെ മോളെ പ്രേമിക്കുവാൻ യവനെന്താണ് യോഗ്യത തല്ലും ഞാൻ ഇടിച്ച് ചങ്ക് തകർക്കും ഞാൻ തല്ലും ഞാൻ ഇടിച്ച് ചങ്ക് തകർക്കും ഞാൻ മേലാലെന്റെ കണ്ണിൽ കണ്ടാൽ മൂക്ക് ഇടിച്ച് വലത്തും ഞാൻ കൊല്ലും ഞാൻ തന്റെ മോനെ ഇന്ന് കൊല്ലും ഞാൻ. സിംഗപ്പൂർ ശങ്കരേട്ടന്റെ ആരോമാർക്ക് പോലുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ ചാത്തുട്ടി വൈദ്യരുടെ മാട്ട തലയിലും കഷായകലം പോലെ കയ്പ് പിടിച്ച മനസ്സിലും സ്വന്തം മകനോടുള്ള ദേഷ്യം ഉണക്ക വൈക്കോലിന് തീ പിടിച്ച പോലെ ആളിക്കത്തി. ആ തീ അണയും മുമ്പേ തന്റെ കഷ്ടകാലത്തിന് സ്വഗൃഹത്തിൽ മനോഹരൻ ലാൻഡ് ചെയ്തു. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നാണല്ലോ പഴമൊഴി. സ്വന്തം തന്തയുടെ അന്തമില്ലാത്ത തെറിയുടെയും വഴക്കിന്റെയും അവസാനം മനോഹരൻ വീട് വിട്ടിറങ്ങി. അവന്റെ മനസ്സിൽ അച്ഛന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും അടിച്ചു. കോളിംഗ് ബെൽ പോലെ മുഴുങ്ങി. വയസ്സുകാലത്ത് തന്തയ്ക്കും തള്ളയ്ക്കും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സമ്മതിക്കില്ലല്ലേടാ. അല്ല നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കിക്ക് കൊട്ടണമെന്നാണല്ലോ ചൊല്ല്. ഞാനത് ചെയ്തില്ല. നിന്നൊക്കെ ഉണ്ടാക്കിയ സമയം കൊണ്ട് ഒരു മാഞ്ചിയൻ തൈ നട്ടിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ കായ പറിച്ച് കഷായം വയ്ക്കായിരുന്നു. ഇറങ്ങി പോണ പന്നിയുടെ പോലെ കുടുംബത്തിന്. മനോഹരന്റെ ഒന്നിനും കൊള്ളരാത്ത തലയിൽ അന്ന് ആദ്യമായ ഒരു കാര്യം തെളിഞ്ഞു. ഇതിന് പിന്നിൽ കളിച്ചതും ചരട് വലിച്ചതും തന്റെ പ്രേമം തകർത്തതും വേറെ ആരുമല്ല, പപ്പനാവൻ. അവനോട് രണ്ട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റ് പോലെ തിരിച്ചു വരുന്ന സ്പീഡിൽ അവൻ ചായക്കടയെ ലക്ഷ്യമാക്കി നീങ്ങി. മനോഹരനെ കണ്ടതും പപ്പനാവൻ ഡോവർമാനെ കണ്ട കൊടിച്ചു പട്ടിയെ പോലെ ഒന്ന് പരിങ്ങി. പപ്പനാവൻ വരട്ടെ തനിക്കൊരു പാര ഞാൻ വെച്ചിട്ടുണ്ട്. പപ്പനാവൻ വരട്ടെ തനിക്കൊരു പാര ഞാൻ വെച്ചിട്ടുണ്ട്. നീ ബോടപ്പേട്ടയ്ക്ക എന്നെ ഇപ്പം എന്തോ നൊള്ളത്തുവാനാ. നീ ബോടപ്പേട്ടയ്ക്ക എന്നെ ഇപ്പം എന്തോ നൊള്ളത്തുവാനാ. പപ്പനാവൻ വരട്ടെ തനിക്കൊരു പാര ഞാൻ വെച്ചിട്ടുണ്ട്. അവൻ കളിക്കാൻ വന്നത് വേറെ ആരെടുത്തല്ല, അടിച്ചിട്ട് ശരിക്കും മാറ്റി തരും. പാരയ്ക്ക് പാര വരും സൂക്ഷിച്ചോട കാലമാടൻ ഇരപ്പേ. പാരയ്ക്ക് പാര വരും സൂക്ഷിച്ചോട കാലമാടൻ ഇരപ്പേ.
എന്തോന്ന് കുന്തമാട ചെറുക്കനി എന്നെ വിഴുങ്ങുമാട എന്തോന്ന് കുന്തമാട ചെറുക്കനി എന്നെ വിഴുങ്ങുമാട ഇങ്ങോട്ടിറങ്ങി വാടാ തന്റെ കാല് തല്ലി ഓടിക്കുമേടാ പിന്നെ പുളുത്തും ഇങ്ങോട്ടിറങ്ങി വാടാ തന്റെ കാല് തല്ലി ഓടിക്കുമേടാ തല്ലിയൊടിക്കുവാനായി എന്റെ കാല് വച്ച് തന്നിട്ട് വേണ്ട തല്ലിയൊടിക്കുവാനായി എന്റെ കാല് വച്ച് തന്നിട്ട് വേണ്ട പണ്ടേ വാശിക്ക് മീശ പറിക്കുന്നവനാണല്ലോ മനോഹരൻ. പ്രേമലതയുടെ ആഗ്രഹപ്രകാരം ഗ്ലാസ് കട്ട് ചെയ്ത് പിറ്റേ ദിവസം അവർ രണ്ടുപേരും കൂടി ഒരു ടൂറിനായി കൊച്ചിയിലേക്ക് പോയി. കൊച്ചിയിൽ ഉച്ചയ്ക്ക് ഒരു കൊച്ചുമരത്തിന്റെ പച്ച വിരിച്ച തണലിൽ അവർ രണ്ടുപേരും ഇണപ്രാവുകളെ പോലെ കുറുങ്ങിയിരുന്നു. അവന്റെ കാതിൽ അവൾ മന്ത്രിച്ചു, ഏട്ടാ എന്താ മോളെ, നമുക്ക് ജന്മം ഒരുമിച്ച് കഴിയാനാകുമോ? ആ ചോദ്യം കേട്ട് അവൻ ഒരു നിമിഷം ശങ്കിച്ചു. ശങ്കയ്ക്ക് കാരണമുണ്ട്. കയ്യിൽ കാലണയില്ലാതെ കൊരങ്ങൻ ചത്ത കാക്കാലിനെ പോലെയാണ് തന്റെ അവസ്ഥ. എന്തു മറുപടി പറയണമെന്നറിയാതെ നമ്മുടെ നായകൻ കുഴങ്ങി. പറയാമെന്ന് അവൻ മിഴുങ്ങി. ചേട്ടാ എന്താ മോളെ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. മനസാക്ഷിയില്ലാത്ത പ്രേമലതയുടെ ആ ക്രൂരമായ വാക്കുകൾ കേട്ടതോടെ മനോഹരന്റെ സമസ്ത കോടി നാഡികളും ഞരമ്പുകളും കോശങ്ങളും തളർന്നുപോയി. പെട്ടെന്നാണ് മനോഹരൻ ആ കാഴ്ച കണ്ടത്. അതാ നിൽക്കുന്നു തൊട്ടടുത്ത് മാവിന്റെ പിന്നിൽ തന്റെ കാമുകിയുടെ തണ്ടപ്പടി, കയ്യിലൊരു വടിയുമായി സിംഗപ്പൂർ ശങ്കരൻ. രണ്ടുപേരും കൂടി ഇവിടെ വന്നിരുന്ന് ശൃംഗരിച്ചാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലേ രാഘവ? അടിച്ച് കാലൊടിക്കണവിടെ. കൂടെ പപ്പനാപനും കുറെ ഗുണ്ടകളും. പ്രിയമുള്ളവരെ, കണ്ണിൽ ചോരയില്ലാത്ത ദുഷ്ടന്മാർ മനോഹരനെ തല്ലിച്ചതയ്ക്കുകയാണ്. ഇത് കണ്ട് പ്രേമലത ഓലപ്പീപ്പി ഊതുന്ന പോലെ വാവിട്ട് കരഞ്ഞു. ഒപ്പം അതിന്റെ താളത്തിനൊത്ത് തമ്പോറടിക്കുന്ന പോലെ നെഞ്ചത്തടിച്ചുകൊണ്ട് കരഞ്ഞു. കേണപേക്ഷിച്ച് അരുതച്ചാ, എന്റെ ചേട്ടനെ തല്ലരുത്, ഒന്നും ചെയ്യരുത്, ചേട്ടൻ പാവമാണ്. ചലച്ചിത്ര ഗാനങ്ങൾക്കിടയിലുള്ള പരസ്യം പോലുള്ള മകളുടെ അപേക്ഷ സിംഗപ്പൂർ ശങ്കരൻ ചെവി കൊണ്ടില്ല. ശങ്കരൻ ചേട്ടൻ ഇടിച്ചപ്പോൾ ധീരനായ കാമുകൻ നിലവിളിച്ചില്ല. കാരണം ആദ്യത്തടിയിലെ മനോഹരന്റെ ബോധം പോയിരുന്നു. സ്വന്തം തന്തൊരു വൈദ്യനായിട്ട് പോലും മറ്റൊരു വൈദ്യന്റെ ചികിത്സയിലാണ് മനോഹരൻ ഇപ്പോൾ. അല്ല മനോഹര, 6ാം വർണ്ണം അന്ന് ഒരുപാട് തല്ലിയല്ലേ. നമ്മൾ പാവങ്ങളാ മോനെ, നമ്മൾ തല മറന്ന് എണ്ണ വയ്ക്കരുത്. അന്നോട് പലപ്പോഴും നമ്മളിത് പറഞ്ഞിട്ടില്ലേ? കോയിക്ക, എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റണില്ല. ഇക്ക എനിക്കൊരു ഉപകാരം ചെയ്യണം. പഠിച്ചവനാണ്, നമ്മുടെ കയ്യിലൊരു ചെല്ലി കാശ് പോലില്ലേ മോനെ. കാശൊന്നും വേണ്ടക്ക, ഈ എഴുത്ത് എങ്ങനെയെങ്കിലും പ്രേമലതയ്ക്ക് കൊടുക്കണം. എത്തിക്കാം. ഇത് തീക്കളയാണ് മോനെ. നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ ബേബിനോട് പറഞ്ഞേക്ക് നമ്മൾ മയ്യത്തായിന്ന്. എൻ്റെ ഒരു മുഖവത്ത് എന്താണ് ഇതിൽ എഴുതി വെച്ചിരിക്കണത്? നല്ല കഥയായി, നിങ്ങൾ കേക്ക്. നിന്റെ പാദരെന്റെ മുതുകിൽ ഇടിച്ചടി. കഷ്ടമാ എന്റെ കോലം കണ്ടാലാരും കരയൊടി. ഇടിയിൽ നുറുങ്ങി കരള് കലങ്ങി. ദുഷ്ടനാ നിന്റെ പാദരെന്റെ മുതുകിൽ ഇടിച്ചടി. കഷ്ടമാ എന്റെ കോലം കണ്ടാലാരും കരയൊഴി. കാലൻ അടിച്ച വീഴ്ചയിൽ കാല് കുഴഞ്ഞു പോയടി. കാലൻ അടിച്ച വീഴ്ചയിൽ കാല് കുഴഞ്ഞു പോയടി. അടികൊണ്ട വേളയിൽ ബോധം മറഞ്ഞടി. ഇടികൊണ്ട വേളയിൽ ബോധം മറഞ്ഞടി. കരയുന്നു കിടപ്പാണു ഞാൻ മോളെ, നീ അറിയില്ലയോ? തിരുമ്പുന്നു കുഴമ്പല്ലയോ? ദുഷ്ടനാ നിന്റെ പാദരെന്റെ മുതുകിൽ ഇടിച്ചടി.
കഷ്ടമാ എന്റെ കോലം കണ്ടതാരും കരയൊടി. പപ്പനാവൻ നായരെ, എന്റെ വഴിലാളി, എന്റെ മോൾക്ക് ആ തെണ്ടി ചെക്കൻ കൈവേഷം കൊടുത്തു എന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രേമം ഞാൻ അവളുടെ പഠിപ്പങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. ശങ്കരേട്ടൻ എന്ത് പൊട്ടത്തര ഈ പറയുന്നത്? പഠിപ്പൊന്നും നിർത്തണ്ട. അവള് പഠിക്കാൻ പോകുമ്പോൾ അവനെ കാണാതിരിക്കാൻ ഒരു വഴിയുണ്ട്. എന്തോന്ന് വഴി? നമുക്കൊരു 3 ചക്രം അങ്ങ് വാങ്ങിയാലോ? നമുക്കൊരു 3 ചക്രം അങ്ങോട്ട് വാങ്ങാം. അങ്ങനെ പപ്പനാവൻ നായരുടെ ഒടുക്കത്തെ ഉപദേശപ്രകാരം ശങ്കരേട്ടൻ ഒരു ബജാജ് ഓട്ടോറിക്ഷ വാങ്ങി. അങ്ങനെ പൂച്ചമാന്തിക്കരയിൽ ആദ്യമായി ഒരു ഓട്ടോറിക്ഷ വാങ്ങി എന്ന ബഹുമതിയും സിംഗപ്പൂർ ശങ്കരൻ അർഹനായി. പൂച്ചമാന്തിക്കരയിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഈ ഓട്ടോ കണ്ടിട്ടുള്ളൂ. അതും പട്ടണത്തിൽ വെച്ച് ദൂരെ എന്ന് മാത്രം. കുട്ടികളും കുട്ടികളില്ലാത്തവരും പെണ്ണും പെടക്കോയും പണ്ടാറടങ്ങിയ പിള്ളേരും ഓട്ടോറിക്ഷയും ചുറ്റം കൂടി. ചിലർ അതിൽ ഉമ്മ വെച്ചു, ചിലർ ജീവനും കൊണ്ടോടി, ചിലർ ജീവനുള്ള വല്ല ജീവിയാണോ എന്ന് കരുതി തൊട്ടു നോക്കി. കൂട്ടത്തിൽ ഒരാള് ഒരു കെട്ട് പുല്ലെടുത്ത് ഓട്ടോയ്ക്ക് വെച്ച് നീട്ടി. നാടെങ്ങും ഓട്ടോറിക്ഷയെ കുറിച്ചാണ് സംസാരം. പൂച്ചമാന്തിക്കര അമ്പലത്തിലെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി. മക്കളെ, കലികാലമായി. നമ്മുടെ നാട് മുടിയാൻ പോകുന്നു. കടലാമ കരകയറി വന്നിരിക്കുന്നു, കണ്ടില്ലേ? അങ്ങനെ സിംഗപ്പൂർ ശങ്കരേട്ടൻ ഓട്ടോ മുതലാളിയായി. തൊട്ടടുത്ത പട്ടണത്തിലെ വിദഗ്ധനായ ഡ്രൈവർ ആയിരുന്നു ശങ്കരേട്ടൻ ഓട്ടോ ഓടിക്കാൻ നിയോഗിച്ചത്. അങ്ങനെ നാടെങ്ങും ഉത്സവ ലഹരിയായി. സിംഗപ്പൂർ ശങ്കരേട്ടൻ ഓട്ടോ വാങ്ങി. ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ വന്നേ. ശങ്കരേട്ടൻ ബാക്ക് സീറ്റ് കേറി, അശേഷൻ കൂടെ കേറി. നാടാരോ പിന്നാലെ വാഞ്ഞു. ഓട്ടോ ഓട്ടോ ചേട്ടാ നിർത്തന്നെ ഓട്ടോ. ചേട്ടോ ചേട്ടോ ഇത് ലേറ്റസ്റ്റ് ആണോ ഓട്ടോ? കോളേജിൽ ഉണ്ടാക്കാൻ ഇത് പ്രേമം കലക്കാനാ. സിംഗപ്പൂർ ശങ്കരേട്ടൻ ഓട്ടോ വാങ്ങി. ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ വന്നേ. അലഞ്ഞു നടക്കുന്നു, അവനെ കണ്ടാൽ നിർത്തരുത്. പെൺകോന്തനൊരുത്തൻ അലഞ്ഞു നടക്കുന്നു, അവനെ കണ്ടാൽ നിർത്തരുത്. അവളെങ്ങാൻ പോയാൽ മോനെ കുഴയും നിന്റെ പണി പോകുവള. ചേട്ടാ ഞാൻ നോക്കാം, ആദ്യം വീട്ടിൽ നിനക്ക് നിർത്തവളെ. ആദ്യ ദിവസം ഓട്ടോ പുറപ്പെടുന്നതിന് മുൻപ് സിംഗപ്പൂർ ശങ്കരൻ ഡ്രൈവറിനോട് ഇങ്ങനെ പറഞ്ഞു: ഇവളെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുക, തിരിച്ചു കൊണ്ടുവരിക. ഇതിനിടയിൽ ഏതെങ്കിലും കാമുക മൊശകോടന്മാരുമായി എന്റെ മോള് സംസാരിക്കാൻ പാടില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഐ വിൽ ഡിസ്മിസ് യു. Fill in the blanks, answer the following question. Shut up your house. Not only but also, okay? Visual the bus stand. I will December that. ഒന്ന് കളയും ഞാൻ. സിംഗപ്പൂർ ഇംഗ്ലീഷ് കേട്ട് ഓട്ടോ ഡ്രൈവർ ഞെട്ടി തലയാട്ടി. വാലില്ലാത്തതുകൊണ്ട് വാലാട്ടിയില്ല. പ്രിയമുള്ളവരെ, പ്രേമലതയെ ഒരു അറവുമാടിനെ പോലെയാണ് ട്യൂട്ടോറിയൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. മഴയില്ലെങ്കിലും ഇരുവശവും മൂടിക്കെട്ടിയ ഓട്ടോറിക്ഷയിലിരുന്ന് അവൾ റോട്ടിലേക്ക് കണ്ണോടിക്കും. എന്റെ ദൈവമേ, എന്റെ മനോഹരേട്ടനെ കാണുന്നില്ലല്ലോ. ചേരിപ്പായ ഓട്ടയിലിരുന്ന് അവൾ ആ കാഴ്ച കണ്ടു. അതാ നിൽക്കുന്നു റോഡിന്റെ സൈഡിലുള്ള കലങ്കിൽ കാക്കാലം ചത്ത കുരങ്ങനെ പോലെ തന്റെ മനോഹരേട്ടൻ. മനോഹരൻ ചേട്ടാ! കോഴികൾ മുട്ടയിട്ടു. മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങളായി. കുഞ്ഞുങ്ങൾ വളർന്ന് തള്ളക്കോഴികളായി. തള്ളക്കോഴികൾ ചിക്കൻ ബിരിയാണികളായി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സുഹൃത്തുക്കളെ, ഇന്ന് മദ്രാസ് സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ അവസ്ഥയിലാണ് പ്രേമലത. മനോഹരനാണെങ്കിലോ തീഹാർ ജയിലിലെ ചന്ദ്രസ്വാമിയുടെ അവസ്ഥയിലും. തൊഴുത്തിൽ കിടക്കുന്ന എരുമക്കിടാവിനെ പോലെ മനോഹരൻ ഭൂതകാലം അയവിറക്കി. പാലൂട്ടി വളർന്ന കുട്ടി, പഴവും തിന്നു വളർന്ന കുട്ടി, ഞാൻ സ്നേഹിച്ച പൊട്ടി കുട്ടി, 8ാം ക്ലാസ്സിൽ പൊട്ടിയ കുട്ടി. ലൗലതേ 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 പ്രേമലതേ. ഓ കം ഓൺ കം ഓൺ. ഇങ്ങനെ പാടിക്കൊണ്ട് മനോഹരൻ ദിനങ്ങൾ എണ്ണി നീക്കി. മോനെ മനോഹര, സ്നേഹിച്ച പെണ്ണിനെ കെട്ടണം, അല്ലെങ്കിൽ പ്രേമിക്കാൻ പോകരുത്. ഈ ഇത്തിരി ചങ്കർപ്പോടെ നിൽക്ക്. കുമാരനാശം പാടിയിട്ടുള്ളത് അനക്ക് അറിഞ്ഞൂടെ?
മോനെ സ്നേഹമാണ് അഖില സാമ്പാർ പൊടിയിൽ സ്നേഹത്തിൽ നിന്നുതിരുന്നു ലോകം കേട്ടിട്ടില്ലേ? സാദിരിക്കോയുടെ ആ വാക്കുകൾ അവന്റെ മനസ്സിൽ ഡോൾബി സൗണ്ടിൽ മുഴങ്ങി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അടുത്ത ദിവസം ആ വാർത്ത കേട്ട് പൂച്ചമാന്തിക്കര ഗ്രാമം നെടുങ്ങി. സിംഗപ്പൂർ ശങ്കരന്റെ മകളെ കാണാനില്ല. കൊച്ചുകുട്ടികളും തവളകളും ചീവീടുകളും വാവിട്ട് കരഞ്ഞു. നാൽക്കാലികൾ കയറ് പൊട്ടിച്ചോടി. ഇരുകാലികളായ പെണ്ണുങ്ങൾ അന്യോന്യം പിറുപിറുത്തു. പൂച്ചമാന്തിക്കരയിലെ പൂച്ചകൾ തലചുറ്റി വീണു. പ്രേമലതയെ കാണാനില്ല. ആ വാർത്തയറിഞ്ഞ മനോഹരൻ ദുഃഖം സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. അവന്റെ കണ്ണുകൾ പീച്ചി ഡാം തുറന്ന പോലെ നിറഞ്ഞു കവിഞ്ഞൊഴുകി. ഒട്ടും താമസിയാതെ തൊട്ടുപിറകിൽ വന്നു മറ്റൊരു ചൂടുള്ള വാർത്ത. പ്രേമലതയും ഓട്ടോ ഡ്രൈവർ സുന്ദരനും പൂച്ചമാന്തിക്കരയിൽ നിന്നും ഒളിച്ചോടി. ആ പുതുവാർത്ത കേട്ടപ്പോൾ ഇതുവരെ കരയുകയായിരുന്ന മനോഹരൻ ചിരിച്ചു. പൊട്ടി പൊട്ടി ചിരിച്ചു. പ്രിയരെ, ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ കരഞ്ഞുകൊണ്ട് ചിരിച്ച ഒരു കാമുകൻ എന്ന വിശ്വവിഖ്യാത പദവി നേടിക്കൊണ്ട് മനോഹരൻ എന്ന അവശ കാമുകൻ പൂച്ചമാന്തിക്കരയിൽ ഇന്നും ജീവിക്കുന്നു, ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധനെ പോലെ. പ്രേമലേഖനം കയ്യിൽ പിടിച്ച് ഒരുപാട് കാമുകന്മാർ ആ വഴി കടന്നു പോയിട്ടുണ്ട്. അവരാരും മനോഹരനെ കണ്ടില്ല, കണ്ടവരാരും കണ്ടതായി നടിച്ചില്ല. ഏതായാലും നിങ്ങൾക്ക് നന്മ വരട്ടെ. പ്രിയ ശ്രോതാക്കളെ, എന്റെ കഥാപ്രസംഗം ഇവിടെ പരിപൂർണമാവുകയാണ്. കാരണം എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. അതുകൊണ്ട് ഞാൻ എന്റെ പണി നോക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ. ഓക്കെ? പൊട്ടണ് പൊട്ടണ് എന്മാനം പൊട്ടണ് ചൂളമരത്തിന്റെ കായ പോലെ എന്തടി നാത്തൂനെ കണ്ടിട്ട് മിണ്ടാത്ത കാലക്കിടങ്ങാനും സംഭവിച്ചോ കൊട്ട പിടിക്കലും വട്ടം പീഡിക്കലും എന്നെ കൊണ്ടാവില്ല പൊന്നു ചേട്ടാ കാലത്തൊരു കുളി ഉച്ചയ്ക്കൊരു കുളി വൈകിട്ട് നാത്തൂന് മാസക്കുളി പാറി പറക്കണ ചെങ്കോടി ജാക്കറ്റ് ആരുടെ കയ്യിലെ കാശാണടി ഓടോടി മണ്ണോടി കൊട്ട ചൂമന്നിട്ട് തുന്നിച്ചത ചേട്ടാ ഈ ജാക്കറ്റ് 12:10 ഹോണടി കേൾക്കുമ്പോ കണ്ണുകളെല്ലാമേ വടക്കോട്ടല്ലോ ചേട്ടനെ ധ്യാനിച്ച് പായ വീരിച്ചപ്പോൾ പായയുടെ തുമ്പത്ത് പാമ്പു വന്നേ പൊട്ടണ് പൊട്ടണ് എന്മാനം പൊട്ടണ് ചൂളമരത്തിന്റെ കായ പോലെ പൊട്ടണ് പൊട്ടണ് എന്മാനം പൊട്ടണ് ചൂളമരത്തിന്റെ കായ പോലെ